ഹലോ വെൽക്കം ബാക്ക്. ഈ ഒരു ലെസണിൽ നമ്മൾ പൈത്തൺ വെർച്വൽ എൻവയോൺമെന്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. വെർച്വൽ എൻവയോൺമെന്റ് എന്താണെന്ന് പറയുന്നതിന് മുന്നേ വെർച്വൽ എൻവയോൺമെന്റ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പറയാം. അതായത് ഇപ്പോൾ നമ്മൾ നമ്മുടെ സിസ്റ്റത്തിൽ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്തു, പൈത്തൺ 3 ഇൻസ്റ്റാൾ ചെയ്തു. എന്നിട്ട് നമ്മൾ ഒരു ജാങ്കോ പ്രോജക്റ്റ് ചെയ്യുകയാണ്. നമ്മൾ പിപ്പ് ഇൻസ്റ്റാൾ ജാങ്കോ ചെയ്യും. പിന്നെ നമുക്ക് റിക്വസ്റ്റ് ലൈബ്രറി വേണമെങ്കിൽ പിപ്പ് ഇൻസ്റ്റാൾ റിക്വസ്റ്റ് ചെയ്യും. പിപ്പ് ഇൻസ്റ്റാൾ ബ്യൂട്ടിഫുൾ സൂപ്പ് വേണമെങ്കിൽ പിപ്പ് ഇൻസ്റ്റാൾ ബ്യൂട്ടിഫുൾ സൂപ്പും ഇൻസ്റ്റാൾ ചെയ്യും. സോ അങ്ങനെ നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മൾ പിപ്പ് ഇൻസ്റ്റാൾ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ കോണ്ട ഇൻസ്റ്റാൾ എല്ലാം വെച്ചിട്ടാണ് സാധാരണ ചെയ്യാറ്, അല്ലേ? സോ ഇങ്ങനെ പിപ്പ് ഇൻസ്റ്റാൾ കോണ്ട ഇൻസ്റ്റാൾ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഗ്ലോബൽ എൻവയോൺമെൻറ്റിൽ, അതായത് നമ്മുടെ സിസ്റ്റം എൻവയോൺമെൻറ്റിലാണ് ഈ പാക്കേജസ് എല്ലാം ഇൻസ്റ്റാൾ ആവുന്നത്. അതായത് നമ്മൾ പിന്നെ ഏത് പ്രോഗ്രാം റൺ ചെയ്യുകയാണെങ്കിലും നമുക്ക് ഈ ജാങ്കോയും ഈ റിക്വസ്റ്റും ഈ ബ്യൂട്ടിഫുൾ സൂപ്പൊക്കെ ആ പ്രോജക്റ്റിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. പുതിയ പുതിയ ജാങ്കോ പ്രോജക്ട്സോ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു സാധാരണ ഒരു കൺസോൾ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യണം, അതിന് റിക്വസ്റ്റ് വേണമെങ്കിലും നിങ്ങൾ ഈ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത റിക്വസ്റ്റ് ലൈബ്രറി നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതെല്ലാം നമ്മുടെ സിസ്റ്റത്തിൽ പൈത്തൺ എവിടെയാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ലൈബ്രറി LIB എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ടാവും വിൻഡോസ് ആണെങ്കിൽ. അതിനകത്തായിരിക്കും നിങ്ങളുടെ ഈ ലൈബ്രറീസ് എല്ലാം ഇൻസ്റ്റാൾ ആയിട്ടുണ്ടാവും. അവിടെയാണ് നമ്മുടെ പ്രോഗ്രാം പോയി സെർച്ച് ചെയ്യാം. നിങ്ങളുടെ ഈ ലൈബ്രറി അവിടെ ഉണ്ടോ, നിങ്ങൾ ഇമ്പോർട്ട് റിക്വസ്റ്റോ ഇമ്പോർട്ട് ഫ്ലാസ്കോ ജാങ്കോ ഒക്കെ ചെയ്യുമ്പോൾ. ഓക്കെ, സോ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു ഇന്ന വേർഷൻ ഓഫ് റിക്വസ്റ്റ് വെച്ചിട്ട് ഒരു പ്രോജക്റ്റ് ചെയ്തു. കുറേ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേറൊരു പ്രോജക്റ്റ് ചെയ്യണം. അതിന് നിങ്ങൾക്ക് നെക്സ്റ്റ് വേർഷൻ അല്ലെങ്കിൽ ഒരു പഴയ വേർഷൻ, വേറെ ഏതെങ്കിലും ഒരു വേർഷൻ ഓഫ് റിക്വസ്റ്റ് ലൈബ്രറിയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ജാങ്കോൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ജാങ്കോ മേ ബി ഒരു വേർഷൻ വന്നു, ഓക്കെ, പഴയതിൽ നിന്നും വളരെയധികം ഡിഫറെൻ്റ് ആയിട്ട്. ആ സമയത്ത് നിങ്ങൾക്ക് ഈ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് പുതിയ വേർഷൻ ഓഫ് ജാങ്കോ ഉപയോഗിക്കണം എന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഓൾറെഡി 2-3 പ്രോജക്റ്റുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് വിച്ച് യൂസസ് പ്രീവിയസ് വേർഷൻ ഓഫ് ജാങ്കോ. സോ ബേസിക്കലി പറയുകയാണെങ്കിൽ പല പ്രോജക്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പല ലൈബ്രറീസിൻ്റെ പല വേർഷൻസ് ചിലപ്പോൾ ആവശ്യമായിട്ട് വരും. ചിലപ്പോൾ ചില കാര്യങ്ങൾ പഴയ വേർഷനിൽ റൺ ആവുള്ളൂ, അപ്പോൾ നിങ്ങൾക്ക് ആ പഴയ വേർഷൻ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ പണ്ടുണ്ടാക്കിയ പ്രോജക്റ്റ് ആയിരിക്കും, അപ്പോൾ ആ വേർഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. സോ ഒരു കമ്പ്യൂട്ടറിൽ ഒരു സിസ്റ്റത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ ഒരേ സാധനത്തിൻ്റെ പല വേർഷൻസ് നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് പൈത്തണിൽ വെർച്വൽ എൻവയോൺമെൻറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉള്ളത്. നമ്മൾ ഏതൊരു പ്രോജക്റ്റ് ചെയ്യുമ്പോഴും ഒരു വെർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ പ്രോജക്റ്റിന് ആവശ്യമുള്ള ഏതൊക്കെ പാക്കേജസ് ആണോ അതിൻ്റെ ഏതൊക്കെ വേർഷനാണെന്ന് വെച്ചാൽ പെർട്ടിക്കുലർലി ആ വേർഷൻസ് മാത്രം ആ ഒരു വെർച്വൽ എൻവയോൺമെൻറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ആ പ്രോജക്റ്റ് ആ വെർച്വൽ എൻവയോൺമെൻറ്റിൽ റൺ ചെയ്യാവുന്നതാണ്. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഇമ്പോർട്ട് റിക്വസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഇമ്പോർട്ട് ബ്യൂട്ടിഫുൾ സൂപ്പോ ഏതെങ്കിലും ഒന്ന് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ വെർച്വൽ എൻവയോൺമെൻറ്റിലാണ് നമ്മുടെ പ്രോജക്റ്റ് ഉള്ളതെങ്കിൽ നേരെ പോയിട്ട് ഗ്ലോബലി ഈ പാക്കേജ് എവിടെയുള്ളത് അവിടെ പോയി സെർച്ച് ചെയ്യില്ല പൈത്തൺ. പകരം ഈ വെർച്വൽ എൻവയോൺമെൻറ്റിൽ ഈ പാക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഏതാണ് അവിടെ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യുക. സോ ഏത് വേർഷനാണോ നിങ്ങൾ വെർച്വൽ എൻവയോൺമെൻറ്റിൽ ഇമ്പോർട്ട് ചെയ്തത് അത് മാത്രമേ ഇമ്പോർട്ട് ആവുള്ളൂ. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്തത് അത് മാത്രമേ ഇമ്പോർട്ട് ആവുള്ളൂ. ഓക്കെ, കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാവും. ഒരു കാര്യം കൂടെ പറയാം, ഒരു അഡ്വാൻറ്റേജും കൂടെ ഉണ്ട് വെർച്വൽ എൻവയോൺമെൻറ്റിൽ. അതും ഞാൻ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പ്രോജക്റ്റ് ചെയ്തു, നമുക്കിത് നമ്മുടെ എവിടേക്കെങ്കിലും ഷെയർ ചെയ്യണം അല്ലെങ്കിൽ ഹോസ്റ്റ് ചെയ്യണം എന്ന് വിചാരിക്കുക. ഒരു ഫ്രണ്ടിന് ഷെയർ ചെയ്യണം. സോ വേറൊരു കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ അയച്ചു കൊടുക്കുമ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ച പാക്കേജസ് ഒക്കെ അവർ ഇൻസ്റ്റാൾ ചെയ്താലല്ലേ അവർക്ക് ഈ പ്രോജക്റ്റ് റൺ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഹെരോക്ക് പോലെ ഒരു പ്ലാറ്റ്ഫോമിൽ അത് ഹോസ്റ്റ് ചെയ്യുകയൊക്കെയാണെന്ന് വയ്ക്കുക, ഒരു വെബ് പ്രോജക്റ്റ്. ഓക്കെ, സോ അങ്ങനെ വരുമ്പോൾ ഈ പാക്കേജസ് ഒക്കെ നമ്മൾ അങ്ങോട്ട് കൊടുക്കണമെങ്കിൽ നമ്മളത് ലിസ്റ്റ് ചെയ്ത് കൊടുക്കാൻ ഏറ്റവും എളുപ്പം എന്താ, നമ്മുടെ വെർച്വൽ എൻവയോൺമെൻറ്റ് കയറിയിട്ട് വെർച്വൽ എൻവയോൺമെൻറ്റിൽ ഏതൊക്കെ പാക്കേജസ് ആണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അത് മാത്രം ലിസ്റ്റ് ചെയ്തിട്ട് അതിനൊരു requirement.txt എന്നുള്ളൊരു ഫയലിലേക്ക് റൈറ്റ് ചെയ്തിട്ട് ആ ഫയൽ അയച്ചു കൊടുത്താൽ അവർക്കത് നേരെ അവിടുന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും, അല്ലേ? അല്ലാണ്ട് നമ്മൾ ഗ്ലോബലി എല്ലാം കൂടെ നമ്മുടെ സിസ്റ്റത്തിൽ എന്തൊക്കെ പാക്കേജസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും, ഈ പ്രോജക്റ്റിന് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ നമ്മുടെ സിസ്റ്റത്തിലുണ്ടാവും. നമ്മൾ പല പ്രോജക്റ്റിന് വേണ്ടി പല പാക്കേജസ് യൂസ് ചെയ്തിട്ടുണ്ടാവും. ഇതെല്ലാം നമ്മുടെ സിസ്റ്റത്തിലാണ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോജക്റ്റ് സെൻഡ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ മാത്രം പെറുക്കിയെടുക്കാൻ എന്ത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ വെർച്വൽ എൻവയോൺമെൻറ്റ് അങ്ങനെയും ഒരു ഗുണമുണ്ട്. ബാക്കി നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നെല്ലാം നമുക്ക് കമ്പ്യൂട്ടറിൽ ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ ലിനക്സിലാണ് ഞാനത് ചെയ്യുന്നത്. ഓക്കെ, സോ ആദ്യം ഞാനൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം, ഒരു പ്രോജക്റ്റ് ഫോൾഡർ. അതിന് വേണ്ടിയിട്ട് mkdir എന്ന് പറഞ്ഞാൽ ലിനക്സിൽ മേക്ക് ഡയറക്ടറി ചെയ്യാനുള്ള കമാൻഡാണ്. എന്നിട്ട് നമുക്ക് എന്ത് പേരാണ് കൊടുക്കുക, നമുക്കൊരു ടെസ്റ്റ് വെർച്വൽ എൻവയോൺമെൻറ്റ് VNV പ്രോജക്റ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, സോ ഒരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഈ ഡയറക്ടറിയുടെ ഉള്ളിലേക്ക് പോവുകയാണ് ഞാൻ, ടെസ്റ്റ് വെർച്വൽ എൻവയോൺമെൻറ്റ് പ്രോജക്റ്റ്. ഓക്കെ, സോ നമ്മളിപ്പോൾ ആ ഡയറക്ടറിയുടെ ഉള്ളിലാണുള്ളത്. ഓക്കെ, ഇനി നമുക്ക് വെർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണതിന് മുന്നേ എൻ്റെ ഇപ്പോൾ ഈ സിസ്റ്റത്തിൽ ഏതൊക്കെ പൈത്തൺ പാക്കേജസ് ഉണ്ട് പിപ്പ് വെച്ച് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാൻ പിപ്പ് ലിസ്റ്റ് അടിച്ചാൽ മതി.
പിപ്പ് ലിസ്റ്റ് അടിക്കുമ്പോൾ നോക്കൂ, ഇതൊക്കെ ഗ്ലോബലി ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത പാക്കേജുകൾ കുറേ എണ്ണം എനിക്ക് കാണാം. ഓക്കെ, സോ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്കൊരു വെർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടി ആവശ്യമുള്ള പാക്കേജസ് മാത്രം ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ഒരു വെർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. സോ വെർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈത്തൺ -m -v വെർച്വൽ എൻവയോൺമെൻറ്റിന് ഒരു പേര് കൊടുക്കാം. സാധാരണ എല്ലാവരും VNV തന്നെയാണ് പേര് കൊടുക്കാറ്, പക്ഷേ നമുക്കിത് രണ്ടും വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ട് ഇത് വെർച്വൽ എൻവയോൺമെൻറ്റിൻ്റെ പേരാണ്, ടെസ്റ്റ് എൻവയോൺമെൻറ്റ് എന്നുള്ളത്, ടെസ്റ്റ് ENV എന്നുള്ളത്. ഓക്കെ, സോ ഞാൻ ഒരു വെർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, സോ വെർച്വൽ എൻവയോൺമെൻറ്റ് ഇപ്പോൾ ക്രിയേറ്റ് ആയോ എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഇവിടെ ജസ്റ്റ് ഒരു LS അടിച്ചു നോക്കാം, ലിസ്റ്റ്. ഓക്കെ, ലിസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ആ പ്രോജക്റ്റിനകത്ത് നോക്കൂ, ടെസ്റ്റ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെസ്റ്റ് ENV എന്നുള്ളൊരു ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മുടെ വെർച്വൽ എൻവയോൺമെൻറ്റ് ആണ് ആക്ച്വലി. ഓക്കെ, ഇനി നമുക്ക് ഈ വെർച്വൽ എൻവയോൺമെൻറ്റ് ആക്ടിവേറ്റ് ചെയ്യണം. നമുക്ക് ബിഫോർ ഇൻസ്റ്റാളിങ് നമുക്ക് ആവശ്യമുള്ള പാക്കേജസ് നമുക്കിതിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഇതിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ. സോ ഈ വെർച്വൽ എൻവയോൺമെൻറ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അഗെയിൻ ലിനക്സിൽ, ഓക്കെ, മാക്കിലും ഇതേ കമാൻഡാണ് കേട്ടോ. ലിനക്സിലും മാക്കിലും വിൻഡോസിലും കുറച്ച് വ്യത്യാസമുണ്ട്, അത് ഞാനിവിടെ കൊടുക്കാം. ഓക്കെ, സോഴ്സ്, എന്നിട്ട് നമ്മുടെ വെർച്വൽ എൻവയോൺമെൻറ്റിൻ്റെ പേര്, അതായത് ടെസ്റ്റ് എൻവയോൺമെൻറ്റ്, എന്നിട്ട് ബിൻ, എന്നിട്ട് ആക്ടിവേറ്റ് എന്നുള്ള കമാൻഡ് കൊടുക്കുമ്പോൾ നോക്കൂ, നിങ്ങൾക്ക് ഇവിടെ കാണാം ഇപ്പോൾ നമ്മൾ ഈ ടെസ്റ്റ് എൻവയോൺമെൻറ്റിലാണ് ഉള്ളത്. നോക്കൂ, ഇവിടെ സൈഡിൽ ബ്രാക്കറ്റിൽ ടെസ്റ്റ് എൻവയോൺമെൻറ്റ് വന്നത്. ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് എൻവയോൺമെൻറ്റിലാണ്. ഇവിടെ നിന്ന് ഞാൻ പിപ്പ് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നേരത്തെ കണ്ട പാക്കേജുകളൊന്നും ബേസിക് ആയിട്ടുള്ള പിപ്പും സെറ്റപ്പ് ടൂൾസും 2 പാക്കേജ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. നേരത്തെ ഞാൻ കുറേ എണ്ണം ലിസ്റ്റ് ചെയ്തില്ല, എൻ്റെ കമ്പ്യൂട്ടറിൽ ഉള്ള പാക്കേജസ് അത് മുഴുവൻ ഇവിടെ കാണാൻ സാധിക്കില്ല, കാരണം നമ്മളിപ്പോൾ ഉള്ളത് വെർച്വൽ എൻവയോൺമെൻറ്റിലാണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാം. നമുക്ക് എന്താ ഇൻസ്റ്റാൾ ചെയ്യാം, പിപ്പ് ഇൻസ്റ്റാൾ, നമുക്ക് സ്ട്രീംലിറ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, പുതിയൊരു പാക്കേജ്. could not find to satisfy requirement version none error no matching distribution found for streamlit അല്ല streamlit. ഓക്കെ, streamlit ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഞാൻ ഫോർവേഡ് ചെയ്ത് വിടാം. കണ്ട, സ്ട്രീംലിറ്റിൻ്റെ ഭാഗമായിട്ട് വേറെ കുറേ ഡിപ്പെൻഡൻസീസ് എല്ലാം ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സ്ട്രീംലിറ്റ് ഇൻസ്റ്റാൾ ആയി. ഞാനിവിടെ സ്ക്രീൻ ക്ലിയർ ചെയ്യാണ്. എന്നിട്ട് നമ്മൾ വീണ്ടും ഇവിടെ പിപ്പ് ലിസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നോക്കൂ, ആ സ്ട്രീംലിറ്റിൻ്റെ ഡിപ്പെൻഡൻസികളെല്ലാം കൂടെ കുറേ ലിസ്റ്റ് ഓഫ് ഇത് വന്നു. ഇത് കണ്ട് പേടിക്കേണ്ട. ഓക്കെ, ഇത് സ്ട്രീംലിറ്റിൻ്റെ കൂടെ വന്നതാണ്. സോ പിപ്പ് ലിസ്റ്റ് വരുമ്പോൾ ബാക്കി സാധനങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത പാക്കേജസ് എല്ലാം ഇൻസ്റ്റാൾ ആയി. ഓക്കെ, നമ്മളിപ്പോൾ പിപ്പ് റിക്വസ്റ്റ്, പിപ്പ് ഫ്ലാസ്ക് ഏത് ഇൻസ്റ്റാൾ ചെയ്താലും നമ്മളെ എല്ലാം ഈ വെർച്വൽ എൻവയോൺമെൻറ്റിലാണ് വരിക. സോ ഇവിടെ ഈ വെർച്വൽ എൻവയോൺമെൻറ്റിൽ ഇനി നിങ്ങൾക്കൊരു പുതിയ പൈത്തൺ ഫയൽ ടച്ച് എന്ന് പറഞ്ഞാൽ പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യാനുള്ള കമാൻഡാണ്. ഒരു main.py ഏതെങ്കിലും ഒരു പൈത്തൺ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിപ്പോൾ തുറക്കണമെങ്കിൽ ഇപ്പോൾ VS കോഡിലൊക്കെ പോയി തുറന്ന് നിങ്ങൾക്കൊരു ഇമ്പോർട്ട് സ്ട്രീംലിറ്റ് ചെയ്ത് ഒരു സ്ട്രീംലിറ്റ് പ്രോജക്റ്റൊക്കെ ചെയ്യാവുന്നതാണ്. അത് കാണിച്ച് ഞാൻ ഈ വീഡിയോ വേറെ വഴിയിലേക്ക് കൊണ്ടുപോകുന്നില്ല. സോ ഇപ്പോൾ നിങ്ങൾക്ക് സ്ട്രീംലിറ്റ്, ഇനിയിപ്പോൾ നിങ്ങളിവിടെ റിക്വസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാം, ബ്യൂട്ടിഫുൾ സൂപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം, നിങ്ങൾക്ക് ഈ പ്രോജക്റ്റിന് എന്തൊക്കെ വേണോ അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് പ്രോജക്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ LS അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ വെർച്വൽ എൻവയോൺമെൻറ്റും main.py ഇത് ഞാൻ അറിയാണ്ട് ഒരു main.py ക്രിയേറ്റ് ചെയ്തതാണ് നേരത്തെ. ഓക്കെ, അത് രണ്ടും ഇവിടെ കിടക്കുന്നുണ്ടാവും. ഇത് നമ്മുടെ വെർച്വൽ എൻവയോൺമെൻ്റ് ആണ് കേട്ടോ. ഇതിനകത്ത് പോയിട്ട് ഇവിടെ ഫയൽ ക്രിയേറ്റ് ചെയ്യരുത്, പുറത്ത് തന്നെ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പുതിയ ഫോൾഡറൊക്കെ ഉണ്ടാക്കിയിട്ട് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മൾ വെർച്വൽ എൻവയോൺമെൻറ്റിലാണ് ഉള്ളത്. വെർച്വൽ എൻവയോൺമെൻറ്റിന് പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഡീആക്ടിവേറ്റ് എന്ന് ചെയ്താൽ മതി. ഓക്കെ, ഡീആക്ടിവേറ്റ് ചെയ്താൽ നമ്മളിപ്പം വെർച്വൽ എൻവയോൺമെൻറ്റ് പുറത്താണ്. ഇവിടെ നിന്ന് പിപ്പ് ലിസ്റ്റ് ചെയ്താൽ ഇവിടെ ഗ്ലോബൽ ആയിട്ടുള്ള എല്ലാ പാക്കേജസും കാണാം. ഇവിടെ കണ്ടോ, എസ്സിൽ സ്ട്രീംലിറ്റ് ഇല്ലല്ലോ, കാരണം ഞാൻ പുറത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല സ്ട്രീംലിറ്റ്. വെർച്വൽ എൻവയോൺമെൻറ്റിൽ മാത്രമേ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും നമ്മുടെ വെർച്വൽ എൻവയോൺമെൻറ്റിലേക്ക് തന്നെ തിരിച്ചു പോവാം. അതായത് ഏതാണ് കമാൻഡ്, സോഴ്സ് ഇത്. ഓക്കെ, എന്നിട്ട് ഞാൻ ക്ലിയർ ചെയ്യട്ടെ. ഇതിനകത്തുനിന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് ഈ പ്രോജക്റ്റ് എങ്ങടെയെങ്കിലും കൊടുക്കണമെങ്കിൽ നമുക്ക് ഈ റിക്വയർമെൻറ്റ്സ് എല്ലാം കൂടെ ഒരു requirement.txt ഫയലിലാക്കാമെന്ന്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പിപ്പ് ഫ്രീസ് requirements.txt എന്ന് ചെയ്താൽ മതി. റിക്വയർമെൻറ്റ്സ് സ്പെല്ലിംഗ് കറക്റ്റ് അല്ലേ? ഓക്കെ, ആക്ച്വലി ഫയൽ നെയിം എന്ത് വേണമെങ്കിൽ കൊടുക്കാം, പക്ഷേ കോമൺ പ്രാക്ടീസ് requirements.txt ആണ്. ഓക്കെ, അതുകൊണ്ട് requirements.txt കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. എന്നിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു LS അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ requirements.txt വന്നിട്ടുണ്ടാവും.
ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. ഞാൻ gedit വെച്ച് തുറക്കാം അല്ലേ. requirements.txt തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ പിപ്പ് ലിസ്റ്റ് ചെയ്തപ്പോൾ കണ്ട സാധനങ്ങളൊക്കെ ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ്ട് സ്ട്രീംലിറ്റ്, അതിൻ്റെ ബാക്കി ഡിപ്പെൻഡൻസി ഇതെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇത് ഇപ്പോൾ നമ്മുടെ പ്രോജക്റ്റ് LSൽ അതവിടെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പ്രോജക്റ്റ് നിങ്ങളിപ്പം ഗിറ്റബിലോട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ requirements.txt അതിലോട്ട് പോകും. അങ്ങനെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ ടെസ്റ്റ് എൻവയോൺമെൻറ്റ്, വെർച്വൽ എൻവയോൺമെൻറ്റ് സാധാരണ ആരും ഗിറ്റിലോട്ട് ആഡ് ചെയ്യാറില്ല. അത് നമ്മൾ ഇഗ്നോർ ചെയ്ത് വിടുകയാണ് ചെയ്യാറ്. കാരണം വെർച്വൽ എൻവയോൺമെൻറ്റ് എന്തായാലും അത് വെച്ചിട്ട് ബാക്കിയുള്ള ആൾക്കാർക്ക് അവരുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ requirements.txt ആണല്ലോ വേണ്ടത്. ഓക്കെ, സോ അതാണ് കാര്യം. ആൻഡ് ഇത് ഡീആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ഡീആക്ടിവേറ്റ് എന്ന് കൊടുത്താൽ നമ്മുടെ വെർച്വൽ എൻവയോൺമെൻറ്റ് ഡീആക്ടിവേറ്റ് ആവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വെർച്വൽ എൻവയോൺമെൻറ്റ് മൊത്തമായിട്ട് കളയണമെങ്കിൽ ഈ ഡയറക്ടറി ഫുള്ളായിട്ട് ഡിലീറ്റ് ചെയ്താൽ മതി. അതായത് ഞാൻ ഈ ഡയറക്ടറിയുടെ പുറത്ത് വന്നിട്ട് RM റിമൂവ് ഡയറക്ടറിയാണ്, RM ഫോഴ്സ് റിമൂവ്, റിക്കോഴ്സീവ്ലി റിമൂവ് കൊടുക്കേണ്ടി വരും. എന്നാണ് കമാൻഡ്. ഓക്കെ, ടെസ്റ്റ് env പ്രോജക്റ്റ് ചെയ്താൽ ഇപ്പോൾ അത് മുഴുവൻ ഡിലീറ്റ് ആയി ഉണ്ടാവും. ഇനിയിപ്പോൾ ഞാൻ CD ടെസ്റ്റ് എൻവയോൺമെൻറ്റ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞ ടാബ് അടിച്ചാൽ അങ്ങനെ ഒരു ഡയറക്ടറി ഇല്ല, അത് വരില്ല. ഓക്കെ, അങ്ങനെ ഒരു ഡയറക്ടറി ഇല്ല എന്ന് വരും. ഓക്കെ, സോ അതാണ് ബേസിക്സ് ഓഫ് വെർച്വൽ എൻവയോൺമെൻറ്റ് ഇൻ പൈത്തൺ. ഈ ഒരു VNV എന്നുള്ള പാക്കേജ് ഐ തിങ്ക് പൈത്തൺ 3.3 മേലുള്ള വെർഷനിലാണ് ഇൻബിൽട്ട് ആയിട്ട് വരുന്നത് എന്ന്. സോ അതൊന്ന് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വേറെ വെർച്വൽ എൻവയോൺമെൻറ്റ് ലൈബ്രറീസ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ഓക്കെ, സോ അത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സി യു.